ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ലെക്ചറിംഗ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഫിഷസിന്റെ ജനറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ആ സൂപ്പർ ക്ലാസ് ഫിഷസിൽ തന്നെ രണ്ട് ക്ലാസസ് ഉണ്ടായിരുന്നു, ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. നമുക്ക് ഇവിടെ അവരെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. ലെറ്റ്സ് സീ ഹിയർ. ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ് കമ്പയർ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ chondrictice. Word chondro means cartilage. A chondro meaning cartilages na. Then ichthys means fishes. Chondro cartilage, ichthys means fishes. So the word meaning that cartilaginous fishes. While this osteo means bone. Ichthys fishes. So ostrictice means bony fishes. അപ്പൊ ആ രണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും. നെക്സ്റ്റ്, കോൺട്രിക്ടൈസ് ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. സീ വാട്ടറിൽ മാത്രം ഇൻഹാബിറ്റ് ചെയ്യുന്നവരാണ് കോൺട്രിക്ടൈസ് എങ്കിൽ, while the ostrictice are both marine and fresh water. മറൈൻ വാട്ടറിൽ ഇൻഹാബിറ്റ് ചെയ്യുന്നവരുണ്ട്, ഫ്രഷ് വാട്ടറിൽ ഇൻഹാബിറ്റ് ചെയ്യുന്നവരുണ്ട്. So they are exclusively marine. They are both found in both marine and freshwater habitat. Cartilaginous endoskeleton seen in fishes. ഫിഷസിൽ കാർട്ടിലേജിനസ് എൻഡോസ്കെലറ്റൻ ആണ്. എന്ത് ടൈപ്പ് ഫിഷസിൽ? കോൺട്രിക്ടൈസിൽ. അത് കാർട്ടിലേജിനസ് ഫിഷസ്. While in ostrictice, bony endoskeleton. Bony endoskeleton seen in ostrictice. Ostrictice ബോൺ ആണ് അവരുടെ എൻഡോസ്കെലറ്റൻ. So bony endoskeleton seen in ostrictice, cartilaginous endoskeleton seen in cartilaginous fishes or chondrictice. Notochord persists within the vertebral column. നമ്മൾ സൈക്ലോസ്റ്റോമിൽ പറഞ്ഞതുപോലെ തന്നെ cartilaginous ഫിഷസിലും even after the formation of vertebral column, the notochord persists within the vertebral column. vertebral column ഉണ്ടായതിനു ശേഷവും നോട്ടോകോഡിന്റെ റിമൈനിങ് vertebral columnത്തിനുള്ളിൽ കാണുന്നു chondricticeൽ. But notochord not persist. Notochord not persist in ostrictice. Ostricticeൽ അങ്ങനെയല്ല, നോട്ടോകോഡിന്റെ റിമൈനിങ് ഇല്ല, അത് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും. സോ നോട്ടോകോഡ് നോട്ട് പെർസിസ്റ്റ് ഇൻ ostrictice. എല്ലാ ഫിഷസിന്റെ ഒരു പ്രത്യേകമാണ്, all fishes have scales on their skin. ഫിഷസിലെല്ലാം സ്കെയിൽസ് പ്രസന്റ് ആണ്. ഡെർമൽ ആയിട്ട് സ്കിന്നിന്റെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള സ്കെയിൽസ് കാണപ്പെടുന്നുണ്ട്. സോ കോൺട്രിക്ടൈസിലും സ്കെയിൽസ് ഉണ്ട്. Their scales are called as placoid scale. So they have placoid scales as their exoskeleton. Exoskeleton ബോഡിയിൽ placoid scales കാണുന്നവരാണ് കോൺട്രിക്ടൈസ്. So scales കാണുന്നു, placoid scales. ഈ placoid scalesന്റെ പ്രത്യേകത, this placoid scale is teeth like. ടീത്തിന്റെ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. നമുക്കൊരു ടീത്തിന്റെ എക്സാക്ട് ലൈക്ക് ക്രൗൺ, ഡെന്റൈൻ പോലെയുള്ള സെയിം സ്ട്രക്ചർ, ടീത്തിനുള്ള സെയിം സ്ട്രക്ചർ തന്നെ ഈ പ്ലാക്കോഡ് സ്കെയിലിനും കാണുന്നു. സോ ദിസ് പ്ലാക്കോഡ് സ്കെയിൽ ഈസ് ടീത്ത് ലൈക്ക് ആൻഡ് their teeth are modified placoid scales. ഈ പ്ലാക്കോഡ് സ്കെയിൽസിന്റെ മോഡിഫൈഡ് ഫോം ആണ് അവരുടെ ടൂത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഷാർക്കിലൊക്കെ ബാക്കോഡിൽ അവിടെ ടൂത്ത് കാണുന്നു. ആ ടൂത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോഡിഫൈഡ് ഫോം ആണ്, the modified form of scales. Then നമ്മൾ ബോണി ഫിഷസ് എടുത്താൽ they also have scales. അവർക്കും എക്സോസ്കെലറ്റനൈസ് സ്കെയിൽസ് കാണുന്നു. and their scales includes cycloid scales. Some fishes have cycloid scale. സർക്കുലർ റിംഗ് പോലെ, കോൺസെൻട്രിക് റിംഗ് പോലെ കാണുന്ന സൈക്ലോയിഡ് സ്കെയിൽസ് ഉണ്ട്. ഫോർ ടീനോയിഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് കാണാം. ടീനോയിഡ് സ്കെയിൽസ് ഇങ്ങനെ കോമ്പ് പോലെ, കോമ്പ് ലൈക്ക് ആയിട്ടുള്ള ടീനോയിഡ് സ്കെയിൽസ് കാണുന്നു. കോമ്പ് ലൈക്ക് ആയിട്ടുള്ള ടീനോയിഡ് സ്കെയിൽസ് പ്രസന്റ് ആണ്. സോ their scales include cycloid or ctenoid scale. But placoid scales are seen in cartilaginous fishes. ഇവിടെ പ്ലാക്കോഡ് സ്കെയിൽ ആണെങ്കിൽ ഇവിടെ സ്കെയിൽസ് എന്താണ്? സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. ഇവരുടെ കോഡൽ ഫിൻസ് എടുത്താൽ ഇതാണ് ഫിഷ് എങ്കിൽ, ഒരു കോൺട്രിക്ടൈസിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഫിഷ് ആണെങ്കിൽ
ഇതാണ് പറയുക കോഡൽ ഫിൻ. ഈ കോഡൽ ഫിൻ നോക്കിയാൽ നമ്മൾ നേരത്തെ പഠിച്ചാൽ ദിസ് കോഡൽ ഫിൻ ഈസ് heterocircle type. The caudal fin is heterocircle. Heterocircle type of caudal fin ആണ് ഇവിടെ കാണുക. So caudal fin is heterocircle in chondrichthyes. While in ostichthyes, ഇനി ostichthyes ബോഡി എടുത്താൽ see ഇത് heterocircle അല്ല homocircle type ആണ്. So caudal ഫിനിലുള്ള ഡിഫറൻസ് നോക്കി. Here the caudal fin is heterocircle, while in ostichthyes the caudal fin is homocircle. Homocircle type of caudal fin ആണ് ostichthyesലുള്ളത്. ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ alimentary canal എടുത്താൽ their alimentary canal begins with mouth. Alimentary canal മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു and their mouth is ventral in position. The മൗത്തിന്റെ പൊസിഷൻ നോക്കിയാൽ മൗത്ത് അനിമലിന്റെ ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ് കാണുക. സോ മൗത്ത് ഈസ് വെൻട്രൽ ഇൻ പൊസിഷൻ, വെൻട്രൽ സൈഡിൽ കാണുന്നു. എന്നാൽ ഇവിടെയും മൗത്ത് ഉണ്ട്. അലിമെന്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ്. ആ മൗത്തിന്റെ പൊസിഷൻ നോക്കിയാൽ ഹിയർ ദ മൗത്ത് ഈസ് ടെർമിനൽ ഇൻ പൊസിഷൻ, ടെർമിനൽ മൗത്ത്. അപ്പൊ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഹിയർ ദ മൗത്ത് ഈസ് വെൻട്രൽ ആൻഡ് ഇൻ ഓസ്റ്റിക്ടൈസ് മൗത്ത് ഈസ് ടെർമിനൽ ഇൻ പൊസിഷൻ. ഇവിടെ വെൻട്രൽ മൗത്തും അവിടെ ടെർമിനൽ മൗത്തും കാണുന്നു. മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അലിമെന്ററി കനാൽ എന്ത് ചെയ്യുന്നത്? അലിമെന്ററി കനാൽ എൻഡ്സ് ഇൻ ക്ലോയേക്ക. അലിമെന്ററി കനാൽ എന്ത് ചെയ്യുന്ന സ്ട്രക്ചറിനെ ക്ലോയേക്ക എന്ന് പറയും. ക്ലോയേക്ക എന്ന് പറയുന്നത് ഇതൊരു ചേംബർ ആണ്, ഒരു കോമൺ ചേംബർ ആണ്. ഈ കോമൺ ചേംബറിലേക്കാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. എക്സ്ക്രീറ്ററി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ചേംബറിനെയാണ് ക്ലോയേക്ക എന്ന് പറയുക. അലിമെന്ററി കനാൽ മാത്രമല്ല, അലിമെന്ററി കനാൽ ഓപ്പൺ ചെയ്യും, എക്സ്ക്രീറ്ററി ട്രാക്ട് ഓപ്പൺ ചെയ്യും, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എല്ലാം ഓപ്പൺ ചെയ്യുന്ന കോമൺ ചേംബർ ഈസ് ക്ലോയേക്ക. അപ്പൊ അലിമെന്ററി കനാലിന് സെപ്പറേറ്റ് ഓപ്പണിംഗ് ഇല്ല. അലിമെന്ററി കനാൽ എന്ത് ചെയ്യുന്നത്? ക്ലോയേക്കയിലേക്കാണ്. ബട്ട് ഓസ്റ്റിക്ടൈസിൽ അങ്ങനല്ല. അലിമെന്ററി കനാൽ ends in anus. ഇവിടെ അലിമെന്ററി കനാൽ എന്ത് ചെയ്യുന്നത്? ഏനസിലാണ്. സോ ക്ലോയേക്ക പ്രസന്റ് ഇൻ കോൺട്രിക്ടൈസ്, anus present in ostichthyes. ഇവിടെ ക്ലോയേക്ക ആണെങ്കിൽ ഓസ്റ്റിക്ടൈസ് അലിമെന്ററി കനാൽ എന്ത് ചെയ്യുന്നത്? ഏനസിലുമാണ്. The ampulla of Lorenzini is a sense organ for detecting the thermal change in water. വാട്ടറിലെ തെർമൽ ചേഞ്ച് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ആംപ്യൂൾ ഓഫ് ലോറൻസിനി എന്ന ഒരു സെൻസ് ഓർഗൻ കോൺട്രിക്ടൈസിന്റെ സ്നൗട്ട് റീജിയൻ, ഈ സ്നൗട്ട് റീജിയനിലായിട്ട് ആംപ്യൂൾ ഓഫ് ലോറൻസിനി എന്നൊരു തെർമൽ റിസപ്റ്റർ കാണുന്നു, സെൻസ് ഓർഗൻ. And this ampulla of Lorenzini absent in ostichthyes. Ostichthyes ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. ampulla of Lorenzini എന്ന തെർമൽ റിസപ്റ്റർ ഓസ്റ്റിക്ടൈസിൽ ആബ്സെന്റ് ആണ്, ഇവിടെ അത് പ്രസന്റ് ആണ്. The ampulla of Lorenzini. Ampulla of Lorenzini എന്താണ്? For detecting the thermal change in water. ഈ സെൻസ് ഓർഗൻ കോൺട്രിക്ടൈസിലുണ്ട്, അത് ഓസ്റ്റിക്ടൈസിൽ ആബ്സെന്റ് ആണ്. Then in chondrichthyes both have gills for respiration. നമുക്കറിയാം എല്ലാ ഫിഷസിലും ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ബട്ട് ഇവിടെ എടുത്താൽ they have 5 pairs of gill slits. 5 pairs of gill slits are present for respiration. 5 pairs of gill slits on the chondrichthyes. While in ostichthyes they have 4 pairs of gill slits. 4 pairs of gill slits ആണ് ostichthyes ഉള്ളത്. 5 pairs of gill slits chondrichthyes കാണും. ഇവിടെ നോക്കി, ഈ ഗിൽസിന്റെ ഓപ്പണിംഗ് നമുക്ക് പുറമേ കാണാൻ പറ്റും, കാരണം ഗിൽസിന് കവറിംഗ് ഇല്ല. സോ ഹിയർ ദ ഗിൽ കവർ or operculum. Operculum means gill cover. The gill cover or operculum is absent. Gillsന് കവറിംഗ് ഇല്ല. Gill cover or operculum is absent in chondrichthyes. While in ostichthyes, നമ്മൾ ostichthyes എടുത്താൽ നോക്കിയേ, ഗിൽസിന് അവിടെ കവറിംഗ് കാണുന്നു. ഗിൽസ് കവേർഡ് ആണ്, പുറമെ എക്സ്പോസ്ഡ് അല്ല. So gills are covered by operculum in ostichthyes. So operculum present. Operculum means gill cover. ആ gill cover chondrichthyes absent ആണ്, എന്നാൽ ostichthyes gill cover present ആണ്. Air bladder or swim bladder absent in ostichthyes. Swim bladder absent ആണ് ostichthyes. But swim bladder or air bladder present.
the swim bladder or air bladder present in ostichthyes. Ostichthyes അത് പ്രസന്റ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇപ്പോ ഒരു കോൺട്രിക്ടൈസ് ആയിട്ടുള്ള അനിമൽ എടുത്താൽ, ഷാർക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് സർഫസിൽ വന്നിട്ട് അത് എപ്പോഴും ഇങ്ങനെ സ്വിം ചെയ്ത് നിൽക്കൂ. ഇങ്ങനെ മൂവ് ചെയ്ത് മാത്രമേ നിൽക്കൂ. എന്നാൽ നമ്മളൊരു ബോണി ഫിഷ്, അക്വേറിയം ഫിഷസിനെ ശ്രദ്ധിച്ചാൽ മതി. ബോണി ഫിഷ് ആണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്ത് സർഫസിലൊക്കെ വന്നാൽ തന്നെ കുറെ നേരം ഇങ്ങനെ അനങ്ങാൻ നിൽക്കും. അവർ സിങ്ക് ചെയ്ത് പോകില്ല. Because they have a swim bladder or air bladder. The air bladder is help to provide buoyancy. Air bladder present ആണ്. That air bladder provide buoyancy. അവരെ എങ്ങനെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്ന എയർ ബ്ലാഡർ ആണ്. That air bladder provide buoyancy. So which helps them to prevent or avoid the sinking. സിങ്കിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നത്, മുങ്ങിപ്പോകാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവര് മുങ്ങിപ്പോകാതെ അല്ലെങ്കിൽ അവരെ വെള്ളത്തേക്കും താഴേക്ക് അങ്ങ് പോകാതെ സർഫസിൽ തന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കാൻ ഹെൽപ്ഫുൾ ആകുന്നത് അവർക്ക് എയർ ബ്ലാഡർ ഉള്ളതുകൊണ്ടാണ്. സോ ദിസ് എയർ ബ്ലാഡർ ഹെൽപ്സ് ടു അവോയ്ഡ് ദ സിങ്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് അതൊക്കെ പൊങ്ങി ഇങ്ങനെ പോകാനൊക്കെ ഹെൽപ്ഫുൾ അല്ലേ? സ്വിം ചെയ്ത് മുകളിൽ വന്ന് കുറെ നേരം നിൽക്കാം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് എയർ ബ്ലാഡർ. സോ ദിസ് എയർ ബ്ലാഡർ പ്രൊവൈഡ് ബോയൻസി, അത് അവർക്ക് ബോയൻസി പ്രൊവൈഡ് ചെയ്യും. എന്നാൽ കാർട്ടിലേജിനസ് ഫിഷസ് അങ്ങനെയല്ല. അവർ കൂടുതൽ എഫർട്ട് എടുക്കണം, സ്വിം ചെയ്ത് നിൽക്കണം, സർഫസിലൊന്നും അനങ്ങാൻ നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കണം, ഇല്ലെങ്കിൽ അവർ സിങ്ക് ചെയ്ത് പോകും. സോ ദ എയർ ബ്ലാഡർ ഓർ സ്വിം ബ്ലാഡർ ഈസ് ആബ്സെന്റ് ഇൻ ദിസ് കോൺട്രിക്ടൈസ്. സോ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ സിങ്കിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കേണ്ടി വരും, താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി. സോ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, എയർ ബ്ലാഡർ ഓസ്റ്റിക്ടൈസിൽ പ്രസന്റ് ആണ്. ആൻഡ് ദാറ്റ് എയർ ബ്ലാഡർ പ്രൊവൈഡ് ബോയൻസി ഇൻ ബോണി ഫിഷസ്. അവർക്ക് അത് ബോയൻസി പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാരക്ടർ, ഇനി നമ്മൾ ഇവരുടെ എക്സ്ക്രീഷൻ എടുത്താൽ, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഈസ് മെയിൻലി യൂറിയ. യൂറിയ ആണ് ചീഫ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. സോ ദിസ് കോൺട്രിക്ടൈസ് ആർ യൂറിയോടെലിക്സ് ആണ്. നമ്മളെയൊക്കെ പോലെ തന്നെയാണ് യൂറിയോടെലിക്സ്. Our chief excretory product urea ആണ്. So these chondrichthyes are ureotelic. While ostichthyes അങ്ങനല്ല. Their chief excretory product is ammonia. So ostichthyes are ammonotelic. Ammonia ആണ് അവരുടെ മെയിൻ excretory product. So ostichthyes നെ ammonotelic എന്നും chondrichthyes നെ ureotelic എന്നും പറയുന്നു. So chondrichthyes are ureotelic, ostichthyes are ammonotelic. ഇനി നമ്മൾ കോൺട്രിക്ടൈസ് എടുത്താൽ about 500 species are present in chondrichthyes. ഒരു 500 സ്പീഷീസോളം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 500 സ്പീഷീസോളം കോൺട്രിക്ടൈസ് ഉണ്ടെങ്കിൽ ഒരു 25,000ഓളം സ്പീഷീസ് ആണ് ഓസ്റ്റിക്ടൈസിലുള്ളത്. അറൌണ്ട് 25,000 സ്പീഷീസ് ഓസ്റ്റിക്ടൈസിൽ പ്രസന്റ് ആണ്. ഇവിടെ 500 സ്പീഷീസും ഇവിടെ 25,000 സ്പീഷീസും. റീപ്രൊഡക്ഷൻ, രണ്ടുപേരും സെക്ഷലി മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ ബോത്ത് ഇൻ chondrichthyes and ostichthyes. But in chondrichthyes എടുത്താൽ they have a copulatory organ. Copulatory organ means the organ which help to transfer the male gamete to the female body. Gamete female ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. So they have copulatory organ claspers. Clasper എന്ന കോപ്പുലേറ്ററി ഓർഗൻ കാണുന്നു മെയിലിൽ. So they have copulatory organ claspers in male within their pelvic fin. അത് കാണുന്ന പെൽവിക് ഫിനിലാണ്. ഈ പെൽവിക് ഫിനിലായിട്ട് കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ടുള്ള ക്ലാസ്പർ കാണുന്നു. So this is pelvic fin. Their pelvic fin have the copulatory organ claspers in male. മെയിലിന്റെ പെൽവിക് ഫിനിൽ കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ടുള്ള ക്ലാസ്പർ കാണുന്നു, which help to transfer the male gamete to the female body. Gamete female ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. Therefore their fertilization is internal fertilization. അതുകൊണ്ട് തന്നെ അവിടെ ഇന്റേണലി ഫെർട്ടിലൈസ് ചെയ്യുന്നവരാണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് തന്നെ കോൺട്രിക്ടൈസിലെ ഫെർട്ടിലൈസേഷൻ ഇന്റേണലുമാണ്. While in ostichthyes, നമ്മൾ ഇനി ostichthyes എടുക്കുമ്പോൾ claspers are absent. Clasper ഇല്ല. Claspers are absent in ostichthyes. And fertilization is external. External fertilization ആണ് നടക്കുക. So ഇവിടെ ക്ലാസ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലാസ്പർ ആബ്സെന്റ് ആണ്, and fertilization is external. Fertilization external ആയിട്ടാണ്
ഓസ്റ്റിക്ടൈസിൽ നടക്കുക. ഇനി കോൺട്രിക്ടൈസ് എടുത്താൽ സം കോൺട്രിക്ടൈസ് ആർ വിവിപാരസ്. That means giving birth to young ones. Delivery ചെയ്യുന്നവരുണ്ട്, young onesനെ ഡെലിവറി ചെയ്യുന്നവരുണ്ട്. Some chondrichthyes are viviparous. എന്നാൽ ostricthyes are oviparous. Ostricthyes വരുന്ന ഓൾമോസ്റ്റ് അനിമൽസും oviparous ആണ്. So these are the difference between chondrichthyes and ostricthyes. ഇതാണ് chondrichthyesഉം ostricthyesഉം തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് chondrichthyes and ostricthyes. അതിൽ നോക്കാം chondrichthyesന് എക്സാമ്പിൾസ് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് വൺ Scoliodon, Indian shark or the dogfish, Indian shark or dogfish. Next one, Carcharodon or the great white shark, the great white shark. Prestis or sawfish, Prestis or sawfish. Trigon or stingray, മുള്ളുള്ള തിരണ്ടി, stingray. They have poison sting. അതൊരു ഡിഫെൻസീവ് ഓർഗൻ ആണ്. They have poison sting. Poison sting ഉള്ളവരാണ് stingray എന്ന് പറയുന്നത്. Trigon or stingray. Then torpedo or nassin or electric ray. Electric ray. They have electric organ. അതൊരു ഡിഫെൻസീവ് ഓർഗൻ ആണ് ഈ ആനിമലിന്റെ, ഇലക്ട്രിക് ഓർഗൻ. So these are the examples of chondrichthyes. ഇത്രയും chondrichthyes animalsന്റെ example ആണ് Scoliodon or the dogfish, Carcharodon or the great white shark, Prestis or sawfish, Trigon or stingray, then torpedo or electric ray. These are the examples of cartilaginous fishes or chondrichthyes. Next is bony fishes. Examples of bony fishes. അതിൽ തന്നെ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാം. bony fishesൽ തന്നെ freshwater fishes. Freshwater bony fishesന് എക്സാമ്പിൾ നോക്കാം. Labiorhita or rohu, Clarias or magger or catfish. Clarias or magger or catfish, marine fishes. Marine fishesന് എക്സാമ്പിൾസ് ആണ് Exocetus, Exocetus or flying fishes. Their pectoral fins get modified as wing-like structure. അവരുടെ pectoral fin ആണ്. Pectoral fin get modified as wing-like structure in Exocetus. Exocetusന്റെ pectoral fin modify ചെയ്യുന്നു wing-like ആയി. Then hippocampus or seahorse. Hippocampus or seahorse. ഈ hippocampus animal എടുത്തു കഴിഞ്ഞാൽ in hippocampus males have brood pouch. Males have brood pouch and which carry the fertilized egg. Male ആണ് brood pouch ഉള്ളത്. brood pouchലൂടെ fertilized egg നെ carry ചെയ്യുന്നത് male ആണ്. ഇത് പ്രത്യേകമാണ് hippocampus അല്ലെങ്കിൽ seahorseന്റെ. ഇനി അവർ ഈ tail ഇതിങ്ങനെ coiled ആയിട്ട് കാണുന്ന ഈ tail എന്ന് പറയുക they have prehensile tail. coiled ഇങ്ങനെ tail ആണ്. prehensile tail ഉള്ളവരാണ് hippocampus or seahorse. അത് രണ്ട് marine fishes രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. Then aquarium fishes. Aquarium fishes നൂടെ എക്സാമ്പിൾ നോക്കാം. Betta or fighting fish, fighter, betta or fighting fish. Pterophyllum or angel fish. Pterophyllum or angel fish, both are aquarium fishes. These are the examples of aquarium fishes. Any some fishes in ostricthyes are called as dipnovans or lung fishes. Dipnovans or lung fishes engaanu. That means in lung fishes their air bladder get modified as air breathing structure lungs. എയർ ബ്ലാഡർ മോഡിഫൈ ചെയ്താണ് ലങ് ആയി മാറുന്നത്. എയർ ബ്ലാഡർ മോഡിഫൈഡ് ആസ് ലങ്സ് ഇൻ ദിസ് ലങ് ഫിഷസ് ഓർ ഡിപ്നോവൻസ്. അതിനോട് എക്സാമ്പിൾ നോക്കാം. ലങ് ഫിഷസ്. എക്സാമ്പിൾസ് ഓഫ് ലങ് ഫിഷസ് ആർ Protopterus,
Protopterus, African lungfish. Protopterus or the African lungfish. Epiceratodus or Neoceratodus. Next example is Epiceratodus or Neoceratodus. Australian lungfish. Australian lungfish. Epiceratodus or Neoceratodus. Another one. Lepidosiran. South American lungfish. South American lungfish. So these are lungfishes in bony fishes. Bony fishes വരുന്നതാണ് lungfishes. ആ lungfishes പറയുന്നത് dipnovans എന്നാണ്. In lungfishes their air bladder get modified as lungs. Air bladder ആണ് lungs ആയി modify ചെയ്യുന്നത്. So these are dipnovans or lungfishes. അപ്പൊ ഇത്രയപ്പോൾ നമ്മൾ ഫിഷസിന് എക്സാമ്പിൾസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. Then കുറച്ച് ടേം കൂടെ നോക്കാം. Ichthyology means study of fishes. Ichthyology means study of fishes. Then whale shark is the largest fish. Largest fish. Then pygmy goby, smallest fish. So ഇത്രയപ്പോൾ നമ്മൾ ഫിഷസിന്റെ ജനറൽ ക്യാരക്ടേഴ്സും ഫിഷസിന്റെ ക്ലാസിഫിക്കേഷനും എക്സാമ്പിളും കംപ്ലീറ്റ് ചെയ്തു. So thank you for watching me. Bye. See you.